നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനിയൊത്തുള്ള ഒന്നിച്ചുള്ള ജീവിതം, അത് മാത്രമാ വിഷ്ണുപ്രഭു ആവശ്യപ്പെടുന്നതും. എന്റെ കുഞ്ഞേച്ചിയുടെ പേര് കേൾക്കുന്നത് പോലും സത്യമ്മയ്ക്ക് വെറുപ്പായിരുന്നു. ആ വെറുപ്പ് വിഷ്ണുവേട്ടൻ കാണിക്കുന്നത് സത്യമ്മയോടാ. ഇനി ആ വെറുപ്പ് മാറണമെങ്കിൽ സത്യമ്മയ്ക്ക് എന്റെ കുഞ്ഞേച്ചിയോടുള്ള വെറുപ്പ് മാറണം. മതി. അച്ഛാ, നിന്റെ വാശിയും പറയുന്നതും ജയിക്കണമെന്നുള്ള അഹങ്കാരവും പിന്നെ ഒരിക്കലും മാറാത്ത ഈ ധാർഷ്ട്യവും എന്ന് അവസാനിക്കുന്നോ അന്നേ ഈ വീട് രക്ഷപ്പെടൂ, ഈ വീട്ടിലുള്ളവരും രക്ഷപ്പെടൂ. ദേ, ഇനി നീ സ്വയം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ ഒരുങ്ങിയില്ലെങ്കിലേ ഇപ്പൊ മുഖം തിരിച്ചവൻ നാളെ നിനക്ക് നേരെ നിന്ന് കൊല്ലെറിയാനും മടിക്കില്ല. കാരണം സ്വയം നന്നാവാനുള്ള നിന്റെ സമയം കഴിഞ്ഞു ഭാമേ. ആ ദേ, മറ്റൊന്നുകൂടി നീ മനസ്സിലാക്കിക്കോ. വിഷ്ണുവിനെ പുറത്തു കൊണ്ടുവരണമെങ്കിലേ അത് ശാലിനെ കൊണ്ട് മാത്രമേ കഴിയൂ. നീ പലപ്പോഴും പുച്ഛിച്ച് തള്ളിയിട്ടുള്ള ആ കളക്ടർ പദവി കൊണ്ട് മാത്രമേ സാധിക്കൂ. ചന്ദ്രബോസിനെ പോലുള്ള മുട്ടാളന്മാരെ എതിരിടാനേ ചന്ദ്രബോസിനെ പോലുള്ള തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ശാലിനെ കൊണ്ടേ സാധിക്കൂ. അതുകൊണ്ടേ മനസ്സിലെ എല്ലാ ഗർവവും അവസാനിപ്പിച്ച് മകന്റെ രക്ഷയെ കരുതി ശാലിനിയെ സ്നേഹിക്കാനെന്ന് ഞാൻ പറയുന്നില്ല, വെറുക്കാതെങ്കിലും ഇരുന്നൂടെ? ഇത് നിന്റെ നന്ദിക്ക് വേണ്ടി പറയുന്ന അല്ല, നമ്മുടെ മോൻ വിഷ്ണുവിന്റെ നന്ദിക്ക് വേണ്ടി പറയുന്നതാ. നിനക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്ക്, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോ വിഷ്ണുച്ചൻ വരില്ലല്ലേ? അച്ഛൻ പറഞ്ഞ സത്യ. വിഷ്ണുച്ചനെ കൊണ്ടുവരാൻ ചേച്ചിയമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അപ്പോ സത്യ എന്ന് വിളിക്കാം. വിഷ്ണുച്ചനെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ കടമയല്ലേ? നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്റെ മോനെ വേണം. ഭാമേ, അതിനെ ശാലിനി തന്നെ വിചാരിക്കണം. അവളുമായിട്ടെ നീ രമ്യതയിലാവണം, എന്നാലും നിന്റെ മോൻ രക്ഷപ്പെടൂ. നന്നാവില്ല, എത്ര പറഞ്ഞാലും നന്നാവില്ല. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.